നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ ഷെഡ്യൂളുകൾ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മളെ ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരുന്നു, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന് 8 പട്ടികകൾ ഉണ്ടായിരുന്നുവെന്നും നിലവിൽ അത് ഈ 12 പട്ടികകളായെന്നും നമ്മൾ പഠിച്ചു. അപ്പം ആ പട്ടികകൾ ഏതൊക്കെയാണെന്നും ഓരോ പട്ടികയിലും എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഭരണഘടനാ ഭാഗം പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്, ഇന്ന കാര്യത്തെ പറ്റി പരാമർശിക്കുന്ന പട്ടിക ഏത്, അല്ലെങ്കിൽ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്ന കാര്യം എന്താ, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഈ ഒരു പട്ടികകൾ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭരണഘടനാ ഭാഗത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് പട്ടികകൾ എന്ന രീതിയിൽ തന്നെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉള്ളതെന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നിലവിൽ 12 ഉണ്ട്. ആ 12 എണ്ണം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പട്ടികയിലേക്ക് വരാം. അപ്പം ഒന്നാമത്തെ പട്ടിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ യൂണിയൻ പ്രദേശങ്ങളുടെ പട്ടിക. അതായത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പട്ടികയ്ക്കകത്താണ് ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്നും അതുപോലെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടെന്നും അതിൻ്റെ പേരും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഒന്നാമത്തെ പട്ടികയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഭരണഘടനയിൽ ഒന്നാമത്തെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ നിലവിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടെന്നും ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടെന്നും. അപ്പൊ അത് വ്യക്തമാക്കുന്നത് എവിടെയാണ്, ഭരണഘടനയുടെ ഒന്നാമത്തെ പട്ടികയിലാണ്. അപ്പൊ ഒന്നാമത്തെ പട്ടിക എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഒന്നാമത്തെ പട്ടികയിൽ എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ പട്ടികയിലേക്ക് വരാം. ഭരണഘടനയിലെ രണ്ടാമത്തെ പട്ടികയിലാണ് ശമ്പളത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പൊ ശമ്പളത്തെ പറ്റി പറയുമ്പോൾ ആരുടെ ശമ്പളത്തെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇന്ത്യയിൽ നിഷ്പക്ഷ പദവിയിലിരിക്കുന്നവരുടെ ശമ്പളത്തെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടികയാണേത്, രണ്ടാമത്തെ പട്ടിക. അപ്പൊ നിഷ്പക്ഷ പദവി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരുന്നോണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ ഈ പറയുന്ന ലോക്സഭയുടെ അധ്യക്ഷൻ, ലോക്സഭയുടെ ഉപ അധ്യക്ഷൻ, രാജ്യസഭയുടെ ഉപ അധ്യക്ഷൻ, അതുപോലെ സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ, അതുപോലെ ജഡ്ജിമാര്, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, ഇങ്ങനെയുള്ളവരുടെ ശമ്പളത്തെ പറ്റി ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. അതെവിടെയാണ്, രണ്ടാമത്തെ പട്ടികയിൽ എന്ന് ഓർത്തിരിക്കുക. പ്രധാനമന്ത്രിയുടെയോ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയോ ശമ്പളത്തെ പറ്റിയൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ ഇത്തരത്തിൽ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള നിഷ്പക്ഷ പദവിയിൽ ഇരിക്കുന്നവരുടെ ശമ്പളത്തെ പറ്റിയാണ് രണ്ടാമത്തെ പട്ടികയിൽ പ്രതിപാദിക്കുന്നത്. ഓരോരുത്തരുടെയും ശമ്പളം എത്രയാണ് എന്നുള്ളത് നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ശമ്പളത്തെ പറ്റി പറയുന്ന പട്ടിക 2 മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ പട്ടിക. അവിടെയാണ് സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ പ്രതിജ്ഞയെ പറ്റി പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഓരോരുത്തരും ഓരോ പദവിയിലേക്ക് വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ അവരുടെ സത്യപ്രതിജ്ഞ വാചകങ്ങൾ ഭരണഘടനയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഈ പറയുന്ന മൂന്നാമത്തെ പട്ടികയ്ക്കകത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും പ്രധാനമന്ത്രി, മന്ത്രിമാര്, അതുപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, മന്ത്രിമാര്, അങ്ങനെയുള്ളവരുടെ സത്യപ്രതിജ്ഞയെ പറ്റി പരാമർശിക്കുന്നത് ഈ പറയുന്ന മൂന്നാമത്തെ പട്ടികയിലാണെന്ന് ഓർത്തിരിക്കുക. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും പ്രതിജ്ഞയെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രധാനപ്പെട്ട പദവിയിൽ വരുന്നവരുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത് മൂന്നാമത്തെ പട്ടികയിലാണ്. അപ്പം ഇത്രയോടെ ഓർത്തിരുന്നാൽ മതി, സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്ന പട്ടിക ഏത്, മൂന്നാമത്തെ പട്ടിക. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയാണത് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം, നാലാമത്തെ പട്ടിക. അപ്പൊ നാലാമത്തെ പട്ടിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർലമെന്റിൽ 2 സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും. അതിൽ രാജ്യസഭ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുടെ സഭ.
എന്നാണ് പൊതുവിൽ വിളിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നാലാമത്തെ പട്ടികയിലാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര രാജ്യസഭാ സീറ്റുകളാണ് നൽകിയിട്ടുള്ളത് എന്നതിന്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന നാലാമത്തെ പട്ടികയിലാണ്. അപ്പൊ നാലാമത്തെ പട്ടിക എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? രാജ്യസഭാ സീറ്റുകളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നാലാമത്തെ പട്ടിക. അപ്പൊ അതിൻ്റെ അകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിനും എത്ര രാജ്യസഭാ സീറ്റുകളാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മുഴുവനും കൂടി നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കത്തില്ല. ഇനി അങ്ങനെ കാണാതെ പഠിച്ചു പോയി പരീക്ഷ എഴുതി വിജയിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചോദ്യം എങ്ങനെ വരുന്നു ആ രീതിയിലുള്ള കാര്യം അവിടെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉള്ളത് ഏത് സംസ്ഥാനത്തിനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഉത്തരമാണ് യു പി. നമുക്കറിയാം ഇന്ത്യയിലെ ജനസംഖ്യ കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഏത്? യു പി. അപ്പം ഇന്ത്യയിൽ രാജ്യസഭാ സീറ്റുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? അത് യു പി ആണ്, ഉത്തർപ്രദേശാണ്. 31 രാജ്യസഭാ സീറ്റുകളാണ് അവിടെ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭാ സീറ്റുകളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 9ആണ്. അതെല്ലാം ഇവിടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കുറവ് രാജ്യസഭാ സീറ്റുകൾ വരുന്ന സംസ്ഥാനം. അപ്പൊ ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ 1 വരുന്നത്. അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒറ്റ സീറ്റ് മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉള്ളത് യു പിയിൽ നിന്നാണ്, 31 സീറ്റാണ്. കേരളത്തിൽ നിന്ന് 9 കണ്ടു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് വരുമ്പോൾ 1 സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് 5-6 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ പേരുകളൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് നമുക്കറിയാം ഗോവ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഏത്? ഗോവ. അപ്പം ഗോവയിൽ നിന്ന് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നാഗാലാൻഡ്, മണിപ്പൂര്, ത്രിപുര, മേഘാലയ, സിക്കിം, മിസോറാം, അരുണാചൽ പ്രദേശ്, അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി, ഇത്രയും സ്ഥലത്ത് നിന്നാണ് പുതുച്ചേരി. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഒരു MP മാത്രമേ രാജ്യസഭയിലേക്ക് പോകുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു MP മാത്രം വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര, മേഘാലയ, സിക്കിം, മിസോറാം, അരുണാചൽ പ്രദേശ്, അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും സ്ഥലത്ത് നിന്ന് ഒരു MP ആണ് രാജ്യസഭയിലേക്ക് വരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ എവിടുന്നാണ് നമ്മൾ കണ്ടു? എവിടുന്നാണ്? യു പിയിൽ നിന്നാണ്. എത്രയാണ്? 31 രാജ്യസഭ MP-മാരാണ് വരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നാലാമത്തെ പട്ടിക ഒന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഇത് ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന കാര്യം അതുപോലെ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. 5-ാമത്തെ പട്ടിക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെ പോലെ ഒരേ രീതിയിലാകണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാരണം ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് അവരുടേതായിട്ടുള്ള ചില ആചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേക ഭരണമുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 5-ാമത്തെ പട്ടികയിൽ എന്ന് ഓർത്തിരിക്കുക. അതായത് ST വിഭാഗത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്ന പ്രദേശങ്ങളുടെ ഭരണത്തെ പറ്റി പറയുന്നത് 5-ാമത്തെ പട്ടികയിലാണ്. അങ്ങനെ വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 5-ാമത്തെ പട്ടികയിലാണ്. അത്രയും മാത്രം അവിടെ ശ്രദ്ധിച്ചു വെക്കുക. ഇനി വരുന്നത് 6-ാമത്തെ പട്ടികയിലേക്ക് വരാം. 6-ാമത്തെ പട്ടിക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 4 സംസ്ഥാനത്തെ പ്രത്യേക അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ആ 4 സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നിർബന്ധമായിട്ട് ഓർത്തിരുന്നോണം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഏതൊക്കെയാണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സംസ്ഥാനത്തെ പ്രത്യേക ഭരണത്തെ പറ്റി, അതായത് ഈ 4 സംസ്ഥാനത്തിൽ നമുക്കറിയാം ട്രൈബൽ കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് വരുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അവിടുത്തെ ചില പ്രത്യേക ഭരണ സംവിധാനത്തെ പറ്റി അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് എവിടെയാണ്? 6-ാമത്തെ പട്ടികയിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഈ 4 സംസ്ഥാനത്തിന്റെ പ്രത്യേക ഭരണത്തെ പറ്റി പറയുന്ന പട്ടിക ഏതാണ്? 6-ാമത്തെ പട്ടികയാണ്. ഇനി 7-ാമത്തെ പട്ടികയിലേക്ക് വരാം. നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും. അപ്പൊ 7-ാമത്തെ പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്
ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയും പറയുന്നത്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന് ചില അധികാരങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിന് ചില അധികാരങ്ങളുണ്ട്, രണ്ടു കൂട്ടർക്കും പൊതുവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില അധികാരങ്ങളുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 7ാമത്തെ പട്ടികയിലാണ്. അവിടെ 3 ലിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഈ 3 ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പട്ടിക എന്ന് ചോദിച്ചാൽ ഏതാണ്? അതാണ് 7ാമത്തെ പട്ടിക എന്ന കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്തത് 8ാമത്തെ പട്ടികയാണ്. അപ്പൊ അടുത്തത് 8ാമത്തെ പട്ടികയാണ്. അപ്പൊ 8ാമത്തെ പട്ടിക നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുമാണ്. അപ്പൊ 8ാമത്തെ പട്ടിക എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡിങ് എങ്ങനെയാണ്? ഭാഷ. അതായത് ഇന്ത്യയിലെ ഭാഷകൾ, അതായത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? 8ാമത്തെ പട്ടികയിലാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യം കൊണ്ട് നിറഞ്ഞൊരു രാജ്യമാണ്. അപ്പം ഇവിടെ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പൊ എല്ലാ ഭാഷകൾക്കും ഭരണഘടനാ പദവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏത് വർഷമാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, 1950 നിലവിൽ വരുന്നത്. അപ്പൊ അന്ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഷകൾക്കാണ് ഇന്ത്യൻ ഭരണഘടന പദവി നൽകിയെന്ന് ചോദിച്ചാൽ 14 ഭാഷകൾക്കാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ എത്ര ഭാഷകൾ ഉൾക്കൊള്ളിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം 14 എന്നാൽ നിലവിൽ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 22 നിലവിൽ എത്ര ഭാഷകൾക്കാണ് ഭരണഘടന പദവി നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 22 കാര്യം ഓർത്തിരിക്കുക. ഇനി ആ ഭാഗത്ത് 1-2 കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നു വേണം. പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ വരുന്നതുമാണ്. ഈ 22 ഭാഷകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഏക വിദേശ ഭാഷ ഏതാണ്? 22 ഭാഷകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏക വിദേശ ഭാഷ ഏതാണ്? അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് എന്തായിരിക്കും വരുന്നത്? സ്വാഭാവികമായിട്ടും ഏക വിദേശ ഭാഷ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇംഗ്ലീഷ് ആകാൻ സാധ്യതയുണ്ടല്ലോ. ഒരിക്കലും അല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. കാരണം ഈ 22ന്റെ അകത്ത് ഇംഗ്ലീഷ് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏക വിദേശ ഭാഷ എന്ന് ചോദിച്ചാൽ അത് നേപ്പാളി എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് 22 ഭാഷകളെയാണ് ഭരണഘടനയുടെ 8ാമത്തെ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലുള്ള ഏക വിദേശ ഭാഷ ഏതാണ്? അത് നേപ്പാളി എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ ഈ പറയുന്ന ഈ 22ന്റെ അകത്ത് ഹിന്ദി വന്നിട്ടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ 22ന്റെ അകത്ത് എന്തില്ല? ഹിന്ദി വരുന്നില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വസ്തുതകൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം പറഞ്ഞു, ഭരണഘടന നിലവിൽ വരുമ്പോൾ 8ാമത്തെ പട്ടികയിൽ 14 ഭാഷകളെ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 22 ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഭേദഗതി ഏതാണെന്നും ഓർത്തിരുന്നോണം. പരീക്ഷയിൽ ചോദ്യം വരുന്ന ഭാഗമാണ്. നേരത്തെ ഉണ്ടായിരുന്ന 14 അത് വിട്ട് കളഞ്ഞേക്കുക. അപ്പം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോയ 22 കാണാതെ പഠിക്കണം. അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ എല്ലാം കൂടെ കാണാതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതി ജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കുറച്ച് പഠിക്കുക, മാക്സിമം മാർക്ക് നേടുക, അതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. കാരണം എല്ലാം കൂടി പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 14 ഭാഷകളല്ലാതെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് വരുന്നതാണ് സിന്ധി എന്ന് പറയുന്ന ഭാഷയാണ്. 1967 21ാം ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർക്കുന്നത്. ഏതാണ്? സിന്ധി 1967 21ാം ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഷകളാണ് കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. ഏതൊക്കെയാണ്? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. 1992 71ാം ഭേദഗതി പ്രകാരമാണ് ഈ 3 ഭാഷകൾ ഭരണഘടനയിൽ ചേർക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ഒടുവിൽ ചേർത്ത ഭാഷകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി. ഏതൊക്കെയാണ്? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഈ 4 ഭാഷകളാണ് 2003
92-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ചേർക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഏത് ഭേദഗതിയാണ്? 92-ാം ഭേദഗതി 2003 എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ നിലവിൽ 22 ഭാഷകളാണ് ഭരണഘടനാ പദവിയോടുകൂടിയുള്ള ഭാഷകൾ എന്ന രീതി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 22 ഭാഷകളാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്തത് 9ാമത്തെ പട്ടികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്രയുള്ളായിരുന്നു? 8 ഉള്ളായിരുന്നു. ഇവിടം വരെ ഉള്ളായിരുന്നു, ഭാഷകൾ വരെ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പൊ എത്രയായി? ഈ പറയുന്നത് 12ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 എണ്ണം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നോണം, ചോദ്യങ്ങൾ വരികയും ചെയ്യും. അപ്പം ആ പട്ടികകൾ ചേർത്ത വർഷം, ഏത് ഭേദഗതി, എന്താണ് അവിടെ പറയുന്നത്, അതുകൂടി നമുക്ക് നോക്കി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത പട്ടികയിലേക്ക് വരാം. 9ാമത്തെ പട്ടിക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്രയുള്ളായിരുന്നു? 8 പട്ടികയുള്ളായിരുന്നു. പിന്നീടാണ് ഈ പറയുന്ന 9, 10, 11, 12 എന്നീ 4 പട്ടികകൾ ചേർത്തത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പഠിക്കേണ്ടത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികകൾ ഏതൊക്കെയാണെന്നും അതിന് കാരണമായ ഭേദഗതിയും അതിൻ്റെ അകത്ത് പറയുന്ന വിഷയങ്ങളും അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ചോദ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ 9ാമത്തെ പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9ാമത്തെ പട്ടികയിലാണ് ഭൂപരിഷ്കരണത്തെ പറ്റി പരാമർശിക്കുന്നത്. എന്തിനെ പറ്റിയാണ്? ലാൻഡ് റിഫോംസിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9ാം പട്ടിക ചേർക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതാണ്? 1ാം ഭരണഘടനാ ഭേദഗതി. അതായത് ഇന്ത്യൻ ഭരണഘടന ചരിത്രത്തിൽ ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 1951-ലാണ് 1ാം ഭേദഗതി വരുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന വർഷം 1951 എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ചേർക്കപ്പെട്ട 9ാമത്തെ പട്ടികയാണ്. അതിലെ വിഷയം എന്താണ്? ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത പട്ടികയിലേക്ക് വരാം. അടുത്ത ഏതാണ്? 10ാമത്തെ പട്ടികയാണ്. 10ാമത്തെ പട്ടികയിൽ എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? കൂറുമാറ്റത്തെ പറ്റിയാണ്. കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ് 10ാമത്തെ പട്ടികയിൽ പരാമർശിക്കുന്നത്. കൂറുമാറ്റത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും മാത്രം ഓർത്തിരിക്കുക. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതെന്ന് ഓർത്തിരുന്നോണം. 52ാം ഭേദഗതിയാണ്. 1985-ലാണ് ആ ഭേദഗതി നടക്കുന്നത്. ഏത് ഭേദഗതിയാണ്? 52ാം ഭേദഗതി. വർഷം 1985. 10ാം പട്ടിക ചേർക്കുന്നു. അതിലെ വിഷയം എന്താണ്? കൂറുമാറ്റ നിരോധനം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ആശയം ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇനി അവസാനത്തെ 2 പട്ടികയിലേക്ക് വരാം. 11ാമത്തെ പട്ടിക. 11ാമത്തെ പട്ടികയ്ക്കകത്താണ് പഞ്ചായത്തി രാജിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ. അതായത് ഒരു പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എന്തെല്ലാം കാര്യത്തിലുള്ള ഭരണകാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വിശദീകരിക്കുന്നത് 11ാമത്തെ പട്ടികയിലാണ്. അങ്ങനെ അവിടെ പറയുന്നുണ്ട് ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 29ആണ്. അതായത് ഒരു പഞ്ചായത്ത് സംവിധാനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ പറയുന്ന ഗ്രാമീണ മേഖലയിൽ റോഡ് നിർമ്മാണം, അതുപോലെ ഈ പറയുന്ന കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. അപ്പൊ അങ്ങനെയുള്ള ചുമതലകൾ 29 എണ്ണം ഉണ്ടെന്നാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പഞ്ചായത്തുകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് വരുന്ന 29 വിഷയങ്ങളെ പറ്റിയാണ് 11ാമത്തെ പട്ടികയിൽ പറയുന്നത്. ഈ 11ാമത്തെ പട്ടിക ചേർക്കുന്നതിന് കാരണമായ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. വർഷം 92. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങൾ പറഞ്ഞപ്പോഴും ഇതേ ഭേദഗതികൾ പറഞ്ഞു. കാരണം ആ കാര്യം ഭരണഘടനയിൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പട്ടികയും ചേർന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 11ാമത്തെ പട്ടിക പഞ്ചായത്തി രാജ് അത് ചേർക്കുന്ന വർഷം 92, 73ാം ഭരണഘടനാ ഭേദഗതി. ഇനി അടുത്തത് 12ാമത്തെ പട്ടികയാണ്. 12ാമത്തെ പട്ടികയ്ക്കകത്താണ് മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നത്, നഗരപഞ്ചായത്തിനെ പറ്റി. അപ്പം നഗരപഞ്ചായത്തുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് 18 കാര്യങ്ങളിലാണ് അവിടെ ഭരണതലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് 12ാമത്തെ പട്ടികയിൽ വരുന്നത്. അങ്ങനെ 12ാമത്തെ പട്ടികയിൽ ചേർക്കുന്നതിന് കാരണമായ ഭേദഗതിയാണ് 74ാം ഭേദഗതി. ഏതാണ്? 74ാം ഭേദഗതി. വർഷം ഏതാണ്? 1992 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള 12 പട്ടികകൾ. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതാണ്. അതിൽ പറയുന്ന വിഷയങ്ങളും ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.
ഒന്നാമത്തെ പട്ടികയ്ക്കകത്താണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും പറയുന്നത്. രണ്ടാമത്തെ പട്ടികയിൽ ശമ്പളത്തെ പറ്റി പറയുന്നു. മൂന്നാമത്തെ പട്ടിക എന്തിനെ പറ്റിയാണ്? സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നു. 4 രാജ്യസഭാ സീറ്റുകൾ എത്ര വീതമാണെന്ന് മൂന്നാമത്തെ പട്ടികയിൽ പറയുന്നു. 4ാമത്തെ പട്ടികയിലാണ് ഓരോ സംസ്ഥാനങ്ങളുടെയും രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തെ പറ്റി പരാമർശിക്കുന്നത്. 5ാമത്തെ പട്ടികയിലാണ് SC/ST വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതെങ്കിൽ 6ാമത്തെ പട്ടികയിലാണ് 4 സംസ്ഥാനങ്ങളുടെ പ്രത്യേക ഭരണകാര്യങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതാണ്? 7ാമത്തെ പട്ടികയിൽ എന്താണ്? ഇന്ത്യയിലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 7ാമത്തെ പട്ടികയിൽ പരാമർശിക്കുന്നതെങ്കിൽ 8ാമത്തെ പട്ടികയിൽ എന്താണ്? ഭാഷകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 14 ഭാഷകളാണെങ്കിൽ ഇപ്പോഴത് എത്ര ആയിട്ടുണ്ട്? 22 എന്ന് ഓർത്തിരിക്കുക. ഇനി വരുന്ന 4 അഡീഷണൽ ആയിട്ട് ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 9ാമത്തെ പട്ടിക എന്താണ്? ഭൂപരിഷ്കരണം 1951 1ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് വരുന്നത് 10ാമത്തെ പട്ടികയാണ്. കൂറുമാറ്റ നിരോധനമാണ് 1985 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കുന്നു. 11 പഞ്ചായത്ത് രാജ് 73ാം ഭേദഗതി 92. 12 നഗരപഞ്ചായത്ത് 74ാം ഭേദഗതി 1992. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് പട്ടികകൾ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.